നമസ്കാരം. എല്ലാവർക്കും ഹൈഫൈ ജോബ്സിന്റെ മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് കേന്ദ്ര സർക്കാർ സ്ഥാപനമായ ഇന്ത്യൻ റയർ എർത്ത്സ് ലിമിറ്റഡ് അഥവാ IREL ഇന്ത്യ ലിമിറ്റഡിൽ നിലവിലുള്ള ഒഴിവുകളെക്കുറിച്ചാണ്. എക്സ്പീരിയൻസ് ഇല്ലാത്ത ഫ്രഷേഴ്സിനും അപേക്ഷിക്കാൻ കഴിയുന്ന ഒഴിവുകൾ നിലവിൽ IREL ലിമിറ്റഡിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ഇന്ത്യയിലെ IRELന്റെ വിവിധ യൂണിറ്റുകളിലേക്കാണ് റിക്രൂട്ട്മെന്റ് നടത്തുവാൻ പോകുന്നത്. കേരളത്തിൽ ചവറയിൽ IRELന്റെ യൂണിറ്റ് പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ പരീക്ഷാ കേന്ദ്രവുമുണ്ട്. മാത്രമല്ല കേരളത്തിൽ IRELന്റെ യൂണിറ്റ് കൂടി ഉള്ളതുകൊണ്ട് തന്നെ കേരളത്തിൽ നമുക്ക് ഒഴിവുകൾ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ വ്യത്യസ്ത ക്വാളിഫിക്കേഷൻസ് ഉള്ള ആളുകൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന ഒഴിവുകളാണ് നിലവിൽ IREL ലിമിറ്റഡിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എങ്ങനെയാണ് ഓൺലൈൻ വഴി അപേക്ഷിക്കുക എന്നുള്ള കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അറിയുവാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കൾ ഈ ഒരു വീഡിയോ അവസാനം വരെ കാണുക. 54ഓളം ഒഴിവുകളിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ് IREL ഇന്ത്യ ലിമിറ്റഡ് നടത്തുവാൻ പോകുന്നത്. ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് പരിശോധിക്കാം. അതിനു മുമ്പ് ഈ ഒരു ചാനലിൽ നിങ്ങൾ ആദ്യമായാണ് വരുന്നതെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്തു വെക്കുക. അതോടൊപ്പം തന്നെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെയുള്ള ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക. ഹൈഫൈ ജോബ്സിന്റെ ഫേസ്ബുക്ക് പേജ്, ടെലഗ്രാം ചാനൽ എന്നിവയുടെ ലിങ്കുകൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ഫോളോ ചെയ്യാം. അപ്പോൾ ഇതാണ് IREL ഇന്ത്യ ലിമിറ്റഡ് ലേറ്റസ്റ്റ് ആയിട്ട് റിലീസ് ചെയ്തിരിക്കുന്ന ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. ഇത് കേന്ദ്ര സർക്കാരിന്റെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആറ്റോമിക് എനർജിക്ക് കീഴിൽ വരുന്ന സ്ഥാപനമാണ്. നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷന്റെ തുടക്കത്തിൽ തന്നെ ഇവരുടെ യൂണിറ്റുകൾ എവിടെയെല്ലാമാണ് ഉള്ളത് എന്നിവിടെ നൽകിയിട്ടുണ്ട്. നമുക്കിവിടെ കാണാം, കേരളത്തിൽ ചവറയിലാണ് ഇവരുടെ ഒരു യൂണിറ്റ് പ്രവർത്തിക്കുന്നത്. മാത്രമല്ല തമിഴ്നാട്, ഒഡീഷ തുടങ്ങിയ സ്ഥലങ്ങളിലും ഇവർക്ക് യൂണിറ്റുകൾ ഉണ്ട് എന്നുള്ള കാര്യമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. സെപ്റ്റംബർ 15 മുതലാണ് ഈ ഒരു ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആയിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഒക്ടോബർ 5 വരെ 5/10/2021 ഒക്ടോബർ 5 വരെ ഓൺലൈൻ വഴി അപേക്ഷിക്കാനുള്ള അവസരമുണ്ട്. ഓൺലൈൻ വഴി എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ള കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഈ നോട്ടിഫിക്കേഷനിൽ നൽകിയിരിക്കുന്ന മറ്റ് ഡീറ്റെയിൽസ് നമുക്ക് പരിശോധിക്കാം. അടുത്തതായി ഏതെല്ലാം പോസ്റ്റുകളാണ് ഉള്ളത് എന്നുള്ള കാര്യം ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നൽകിയിട്ടുണ്ട്. ആദ്യത്തേത് ഗ്രാജുവേറ്റ് ട്രെയിനി ഫൈനാൻസ് പോസ്റ്റാണ്. 7 ഒഴിവുകളാണ് ഉള്ളത് എന്നുള്ള കാര്യം ഇവിടെ നൽകിയിട്ടുണ്ട്. 44,000 രൂപ വരെയുള്ള ഒരു പേ സ്കെയിലാണ് നിങ്ങൾക്ക് ലഭിക്കുക. 26 വയസ്സ് വരെയുള്ള ആളുകൾക്കാണ് ഈ പറയുന്ന പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക. ഗ്രാജുവേറ്റ് ട്രെയിനി HR പോസ്റ്റിൽ 6 ഒഴിവുകളാണ് ഉള്ളത്. ഈ പോസ്റ്റിലേക്കും സെയിം പേ സ്കെയിലും അതുപോലെ തന്നെ ഏജ് ലിമിറ്റും സെയിം തന്നെയാണ്. പിന്നീട് ഡിപ്ലോമ ട്രെയിനി പോസ്റ്റാണ്, ടെക്നിക്കൽ പോസ്റ്റാണ്. 18 ഒഴിവുകളാണുള്ളത്. അത് മൈനിങ്, കെമിക്കൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, സിവിൽ ഈ പറയുന്ന 5 ഡിപ്പാർട്ട്മെന്റുകളിൽ ഏതെങ്കിലും ഒന്നിൽ 3 വർഷത്തെ ഡിപ്ലോമ കഴിഞ്ഞവർക്കാണ് ഈ പറയുന്ന പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക. അപ്പോൾ ഇതിനൊക്കെല്ലാം 26 വയസ്സാണ് ഏജ് ലിമിറ്റ്. 44,000 രൂപ വരെയുള്ള പേ സ്കെയിലാണ് ഈ പറയുന്ന പോസ്റ്റുകളിലേക്ക് ലഭിക്കുക. ഗ്രാജുവേറ്റ് ട്രെയിനി പോസ്റ്റുകളുടെ ക്വാളിഫിക്കേഷൻ തൊട്ട് താഴെ നൽകിയിട്ടുണ്ട്, നമുക്ക് പരിശോധിക്കാം. പിന്നീട് വരുന്നത് ജൂനിയർ സൂപ്പർവൈസർ രാജ്ഭാഷ പോസ്റ്റാണ്. ഒരു ഒഴിവാണുള്ളത്. 44,000 രൂപ വരെയുള്ള പേ സ്കെയിലാണ് ലഭിക്കുക. 30 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് നൽകിയിരിക്കുന്നത്. പേഴ്സണൽ സെക്രട്ടറി 2 ഒഴിവുകളുണ്ട്. ഇതിലേക്കും സെയിം പേ സ്കെയിലും സെയിം ഏജ് ലിമിറ്റും തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. പിന്നീട് വരുന്നത് നോൺ എക്സിക്യൂട്ടീവ് വർക്ക്മെൻ കാറ്റഗറിയിൽ വരുന്ന ട്രേഡ്സ്മാൻ ട്രെയിനി ITI പോസ്റ്റുകളാണ്. ഫിറ്റർ, ഇലക്ട്രീഷ്യൻ, അറ്റൻഡന്റ് ഓപ്പറേറ്റർ, കെമിക്കൽ പ്ലാന്റ് തുടങ്ങിയിട്ടുള്ള ട്രേഡുകളിൽ ITI കഴിഞ്ഞവർക്കാണ് അവസരം. 20 ഒഴിവുകളാണ് ഉള്ളത്. ട്രെയിനിങ് പീരീഡിൽ നിങ്ങൾക്ക് 21,000 രൂപയും പിന്നീട് 88,000 രൂപ വരെയുടെ പേ സ്കെയിലാണ് നിങ്ങൾക്ക് ലഭിക്കുക. 35 വയസ്സ് വരെയുള്ള ആളുകൾക്ക് അപേക്ഷിക്കാം. എല്ലാം റെഗുലർ ജോബുകൾ തന്നെയാണ്. തുടക്കത്തിൽ ചില പോസ്റ്റുകളിലേക്ക് നിങ്ങൾക്ക് ട്രെയിനിങ് ഉണ്ടായിരിക്കും. പിന്നീടായിരിക്കും ട്രെയിനിങ്ങിന് ശേഷമായിരിക്കും നിങ്ങളുടെ ട്രെയിനിങ് നിങ്ങൾ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്താലായിരിക്കും പിന്നീട് നിങ്ങളെ അവർ സെലക്ട് ചെയ്യുക. അത്തരത്തിൽ സെലക്ട് ചെയ്യപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് മികച്ച ശമ്പളവും ലഭിക്കുമെന്നുള്ള കാര്യമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇനി ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസ് ഡീറ്റെയിൽസും ഇവിടെ നൽകിയിട്ടുണ്ട്. ചില പോസ്റ്റുകളിലേക്ക് എക്സ്പീരിയൻസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ട്രെയിനി ഫൈനാൻസ് പോസ്റ്റ്. ഗ്രാജുവേറ്റ് ട്രെയിനി ഫൈനാൻസ് പോസ്റ്റിൽ വേണ്ട വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് CA ഇന്റർമീഡിയറ്റോ അല്ലെങ്കിൽ CMA ഇന്റർമീഡിയറ്റ് കഴിഞ്ഞവർക്കും അപേക്ഷിക്കാം. അതല്ലെങ്കിൽ BCom കഴിഞ്ഞവർക്കും അപേക്ഷിക്കാനുള്ള അവസരമുണ്ട്. 60% മാർക്കാണ് CA ഇന്റർമീഡിയറ്റിലോ അല്ലെങ്കിൽ CMA ഇന്റർമീഡിയറ്റിലോ അതല്ലെങ്കിൽ BComലോ മിനിമം 60% മാർക്കുള്ളവർക്ക് അപേക്ഷിക്കും. ഈ പറയുന്ന 3 കോഴ്സുകളിൽ ഏതെങ്കിലും ഒന്നിൽ 60% മാർക്കുള്ളവർക്ക് അപേക്ഷിക്കാം. SC കാൻഡിഡേറ്റ്സിന് 50% മാർക്ക് ഉണ്ടായാൽ മതി എന്നുള്ള കാര്യം ഇവിടെ നൽകിയിട്ടുണ്ട്. അടുത്ത ഗ്രാജുവേറ്റ് ട്രെയിനി HR പോസ്റ്റാണ്. ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. ഏത് വിഷയത്തിൽ ഡിഗ്രി കഴിഞ്ഞവർക്കും ഗ്രാജുവേറ്റ് ട്രെയിനി HR പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാം. 60% മാർക്ക് ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം മാത്രമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അടുത്ത ഡിപ്ലോമ ട്രെയിനി ടെക്നിക്കൽ പോസ്റ്റുകളാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മൈനിങ്, കെമിക്കൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, സിവിൽ ഈ പറയുന്ന 5 ഡിപ്പാർട്ട്മെന്റുകളിൽ ഏതെങ്കിലും ഒന്നിൽ 3 വർഷത്തെ ഡിപ്ലോമ പൂർത്തിയാക്കിയവർക്കാണ് അപേക്ഷിക്കാനുള്ള അവസരം. 60% മാർക്കുള്ളവർക്ക് അപേക്ഷിക്കാം. SC ST കാൻഡിഡേറ്റ്സിന് 50% മാർക്ക് ഉണ്ടായാലും മതി എന്നുള്ള കാര്യമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. പിന്നീട് വരുന്ന ജൂനിയർ സൂപ്പർവൈസർ രാജ്ഭാഷ പോസ്റ്റുകളാണ്. MA ഹിന്ദി കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. പക്ഷേ ഇംഗ്ലീഷ് നിങ്ങൾ എലക്റ്റീവ് സബ്ജക്റ്റ് ആയിട്ട് എടുത്തിരിക്കണം. അതല്ലെങ്കിൽ
മീഡിയം ഓഫ് എക്സാമിനേഷൻ ഡിഗ്രി എക്സാമിനേഷൻ്റെ മീഡിയം ഇംഗ്ലീഷിലായിരിക്കണം എന്നുള്ള കാര്യം ഇവിടെ നൽകിയിട്ടുണ്ട്. അതല്ലെങ്കിൽ MA ഇംഗ്ലീഷ് കഴിഞ്ഞവർക്കും അപേക്ഷിക്കാം, പക്ഷേ നിങ്ങൾ ഹിന്ദി എലക്റ്റീവായിട്ട് പഠിച്ചിരിക്കണം, അല്ലെങ്കിൽ എക്സാമിൻ്റെ മീഡിയം ഹിന്ദിയിലായിരിക്കണം എന്നുള്ള കാര്യമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. മാത്രമല്ല 1 വർഷത്തെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം ഇത്തരത്തിലുള്ള ട്രാൻസ്ലേഷൻ, ഇംഗ്ലീഷിൽ നിന്നും ഹിന്ദിയിലേക്കുള്ള ട്രാൻസ്ലേഷനിൽ, അതുപോലെ തന്നെ തിരിച്ചും ഹിന്ദിയിൽ നിന്നും ഇംഗ്ലീഷിലേക്കുമുള്ള ട്രാൻസ്ലേഷനിൽ നിങ്ങൾക്ക് 1 വർഷത്തെങ്കിലും എക്സ്പീരിയൻസ് ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ അത്തരത്തിലുള്ള PSUകളിലേക്ക് ഉണ്ടായിരിക്കണം. അത്തരത്തിലുള്ള ആളുകൾക്ക് മാത്രമാണ് ഈ പറയുന്ന ജൂനിയർ സൂപ്പർവൈസർ രാജ്ഭാഷ പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക. അതുപോലെ തന്നെ പേഴ്സണൽ സെക്രട്ടറി പോസ്റ്റിലേക്കും എക്സ്പീരിയൻസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഡിഗ്രി കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. ഇംഗ്ലീഷ് കമ്പൾസറി ആയിട്ട് എലക്റ്റീവ് സബ്ജക്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം, അല്ലെങ്കിൽ ഡിഗ്രി ലെവലിൽ നിങ്ങൾ ഇംഗ്ലീഷ് ആയിരിക്കും നിങ്ങളുടെ എക്സാമിനേഷൻ്റെ മീഡിയം എന്നിവിടെ നൽകിയിട്ടുണ്ട്. മാത്രമല്ല 40 വേർഡ് പെർ മിനിറ്റ് ഇംഗ്ലീഷിൽ സ്റ്റെനോഗ്രാഫിക് സ്കിൽസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം, അത്തരത്തിലുള്ള ടൈപ്പിംഗ് സ്പീഡ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. മാത്രമല്ല കമ്പ്യൂട്ടർ നോളജും അതുപോലെ തന്നെ MS ഓഫീസിലുള്ള പ്രൊഫഷ്യൻസിയും ആവശ്യമാണ്. നല്ല വെർബൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽസും റിട്ടൺ കമ്മ്യൂണിക്കേഷൻ സ്കിൽസും ഇന്റർപേഴ്സണൽ സ്കിൽസും ആവശ്യമാണ്. മാത്രമല്ല നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പറയുന്ന പോസ്റ്റിലേക്കും 1 വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പിന്നീട് വരുന്ന ട്രേഡ്സ്മാൻ ട്രെയിനി പോസ്റ്റുകളാണ്. ITI ഫിറ്റർ അല്ലെങ്കിൽ ഇലക്ട്രീഷ്യൻ ട്രേഡുകളിൽ ITI കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. SSLCയോടൊപ്പം ITI അല്ലെങ്കിൽ NAC 2 വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമുണ്ട്. ഈ പറയുന്ന ട്രേഡുകൾ ഫിറ്റർ അല്ലെങ്കിൽ ഇലക്ട്രീഷ്യൻ ട്രേഡുകളിൽ ITI പൂർത്തിയാക്കി 2 വർഷത്തെ എക്സ്പീരിയൻസ്, അതായത് അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ് കൂടി ചേർത്ത് 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് ഈ പറയുന്ന ITI ട്രേഡ്സ്മാൻ ട്രെയിനി ഫിറ്റർ ഇലക്ട്രീഷ്യൻ പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക. അതുപോലെ തന്നെ അറ്റൻഡന്റ് ഓപ്പറേറ്റർ കെമിക്കൽ പ്ലാന്റ് ഒഴിവുകൾ കൂടിയുണ്ട്. അതിലേക്ക് SSLCയും മാത്രമല്ല അതോടൊപ്പം തന്നെ ITI അറ്റൻഡന്റ് ഓപ്പറേറ്റർ കെമിക്കൽ പ്ലാന്റിൽ ITI അല്ലെങ്കിൽ NAC ഉള്ള ആളുകൾക്ക് അപേക്ഷിക്കാം എന്നുള്ള കാര്യം ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ITI ഈ പറയുന്ന ട്രേഡിൽ ITI കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം, അവർക്ക് എക്സ്പീരിയൻസ് ആവശ്യമില്ല. മറ്റൊരു ഓപ്ഷൻ കൂടിയുണ്ട്, അതായത് +2 സയൻസ് പഠിച്ച ആളുകൾക്ക് അപേക്ഷിക്കാനുള്ള അവസരമുണ്ട്. കെമിസ്ട്രിയിൽ 50% മാർക്ക് ഉണ്ടായിരിക്കണം. പക്ഷേ അതോടൊപ്പം തന്നെ +2 സയൻസ് കഴിഞ്ഞവർക്ക് 2 വർഷത്തെ എക്സ്പീരിയൻസ് ഓപ്പറേഷൻ ഓഫ് കെമിക്കൽ ആൻഡ് അലീഡ് പ്രോസസ് ഇൻഡസ്ട്രി ഇൻക്ലൂഡിംഗ് അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ്, അപ്പോൾ അപ്രന്റീസ്ഷിപ്പ് കൂടി ഉൾപ്പെടെ ഈ പറയുന്ന കെമിക്കൽ ആൻഡ് അലീഡ് പ്രോസസ് ഇൻഡസ്ട്രിയിൽ നിങ്ങൾക്ക് 2 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. +2 സയൻസ് കഴിഞ്ഞവർക്ക് എക്സ്പീരിയൻസ് ആവശ്യമുണ്ട്. എന്നാൽ ഈ പറയുന്ന ട്രേഡിൽ അറ്റൻഡന്റ് ഓപ്പറേറ്റർ കെമിക്കൽ പ്ലാന്റ് ട്രേഡിൽ ITI കഴിഞ്ഞവർക്ക് എക്സ്പീരിയൻസ് ആവശ്യമില്ല. നേരത്തെ പരിശോധിച്ച ഫിറ്റർ ഇലക്ട്രീഷ്യൻ ട്രേഡുകളിൽ 2 വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമുണ്ട്. അപ്പോൾ ഇതെല്ലാമാണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആയിട്ട് ഇവിടെ നൽകിയിരിക്കുന്നത്. ഈ പറയുന്ന ക്വാളിഫിക്കേഷൻസ് ഉള്ള ആളുകൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഏജ് റിലാക്സേഷൻ നൽകിയിട്ട് നേരത്തെ പറഞ്ഞ ഏജ് ലിമിറ്റിനോടൊപ്പം തന്നെ SC/ST കാൻഡിഡേറ്റ്സിന് 5 വർഷത്തെയും OBC കാൻഡിഡേറ്റ്സിന് 3 വർഷത്തെയും PWBD കാൻഡിഡേറ്റ്സിന് 15 വർഷത്തെയും അതുപോലെ തന്നെ എക്സ്-സർവീസ്മെൻ കാൻഡിഡേറ്റ്സിന് 3 വർഷത്തെയെല്ലാം ഏജ് റിലാക്സേഷൻ ലഭിക്കും എന്നുള്ള കാര്യം ഇവിടെ നൽകിയിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് ഈ നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഞാൻ താഴെ നൽകുന്നുണ്ട്, നിങ്ങൾക്ക് ഒരിക്കൽ കൂടി ഇത് പരിശോധിച്ച് നോക്കാവുന്നതാണ്. ഇനി സെലക്ഷൻ എങ്ങനെയാണെന്ന് ഇവിടെ നൽകിയിട്ടുണ്ട്. ആദ്യം ഒരു റിട്ടൺ ടെസ്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക, പിന്നീട് ഒരു സ്കിൽ ടെസ്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ അത്തരത്തിലായിരിക്കും നിങ്ങളുടെ സെലക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുക. ഇനി അതിൻ്റെ സിലബസും കാര്യങ്ങളും ഇവിടെ നൽകിയിട്ടുണ്ട്. ഗ്രാജുവേറ്റ് ട്രെയിനി ഫൈനാൻസ്, ഗ്രാജുവേറ്റ് ട്രെയിനി HR, ജൂനിയർ സൂപ്പർവൈസർ രാജ്ഭാഷ, പേഴ്സണൽ സെക്രട്ടറി തുടങ്ങിയിട്ടുള്ള പോസ്റ്റുകളിലേക്ക് പേപ്പർ 1 എന്ന് പറയുന്ന ഈ ഒരു സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട നോളജ് ആയിരിക്കും നിങ്ങളുടെ ടെസ്റ്റ് ചെയ്യുക. 50 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും പേപ്പർ 1 ഉണ്ടായിരിക്കുക. പിന്നീട് 50 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് പേപ്പർ 2 ഉണ്ടായിരിക്കും. അത് ജനറൽ നോളജ്, ന്യൂമറിക്കൽ എബിലിറ്റി, റീസണിംഗ് എബിലിറ്റി ആൻഡ് ജനറൽ ഇംഗ്ലീഷ് ആണ് വരിക. പിന്നീട് ഡിപ്ലോമ ട്രെയിനി ടെക്നിക്കൽ പോസ്റ്റുകളിലേക്ക്, അതായത് മൈനിങ്, കെമിക്കൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, സിവിൽ ട്രേഡുകളിലുള്ളവർക്ക് സെക്ഷൻ A എന്ന് പറയുന്നത് നിങ്ങളുടെ ബേസിക് എഞ്ചിനീയറിംഗ് നോളജ്, ജനറൽ എഞ്ചിനീയറിംഗ് നോളജ് ആണ് നിങ്ങളുടെ ടെസ്റ്റ് ചെയ്യുക. അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് സെക്ഷൻ എയിൽ ഉണ്ടായിരിക്കുക 100 മാർക്കിൻ്റെ പേപ്പർ 1. സെക്ഷൻ ബിയിൽ വരുന്നത് നോളജ് ഓഫ് സ്പെസിഫിക് ഡിസിപ്ലിൻ, ഈ പറയുന്ന ഡിസിപ്ലിൻ നിങ്ങൾ ഏത് ഡിസിപ്ലിനാണോ അതുമായി ബന്ധപ്പെട്ട ഈ പറയുന്ന ഡിസിപ്ലിനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആയിരിക്കും പിന്നീട് വരിക. പിന്നീട് അത് കഴിഞ്ഞിട്ട് പേപ്പർ 2 വരുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജനറൽ നോളജ്, ന്യൂമറിക്കൽ എബിലിറ്റി, റീസണിംഗ് എബിലിറ്റി, ജനറൽ ഇംഗ്ലീഷ് എന്നിവയൊക്കെയാണ് വരിക. പിന്നീട് ITI പോസ്റ്റുകളിലേക്ക് 50 മാർക്കിൻ്റെ പേപ്പർ 1 എന്ന് പറയുന്നത് ഈ ട്രേഡുകളുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക. പിന്നീട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജനറൽ നോളജ്, ന്യൂമറിക്കൽ എബിലിറ്റി, റീസണിംഗ് എബിലിറ്റി, ജനറൽ ഇംഗ്ലീഷ് എന്നിവയൊക്കെയാണ് പേപ്പർ 2 വരിക. അപ്പോൾ എന്തായാലും 7ാമത്തെ പേജിൽ ഇതിൻ്റെ സിലബസും ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റായിട്ട് തന്നെ നൽകിയിട്ട് നിങ്ങൾക്ക് ഇവിടെ ഒന്നും പരിശോധിച്ച് നോക്കാവുന്നതാണ്. അപ്പോൾ അത്തരത്തിലായിരിക്കും നിങ്ങളുടെ സെലക്ഷൻ. റിട്ടൺ ടെസ്റ്റും അതുപോലെ തന്നെ ട്രേഡ് അല്ലെങ്കിൽ സ്കിൽ ടെസ്റ്റ് വഴിയായിരിക്കും നിങ്ങളുടെ സെലക്ഷൻ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യമൊക്കെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇനി ഓരോ ട്രേഡുകളിലും എവിടെയൊക്കെയായിരിക്കും എക്സാമിനേഷൻ സെന്ററുകൾ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം ഇവിടെ നൽകിയിട്ടുണ്ട്. ഗ്രാജുവേറ്റ് ട്രെയിനി HR, ഡിപ്ലോമ ട്രെയിനി, അതുപോലെ തന്നെ ജൂനിയർ സൂപ്പർവൈസർ, പേഴ്സണൽ സെക്രട്ടറി, ഈ പറയുന്ന 5 ട്രേഡുകളിൽ നിങ്ങൾക്ക് കേരളത്തിൽ തിരുവനന്തപുരത്തും എക്സാമിനേഷൻ സെന്റർ ഉണ്ട്. മുംബൈ, ട്രിവാൻഡ്രം, ഭുവനേശ്വർ 3 എക്സാമിനേഷൻ സെന്ററുകളാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ കേരളത്തിലുള്ളവർക്ക് ട്രിവാൻഡ്രത്ത് ഈ ഒരു സെന്റർ നിങ്ങൾക്ക് അവൈലബിൾ ആണ്, നിങ്ങൾക്ക് ഓൺലൈൻ ആപ്ലിക്കേഷനിൽ സെലക്ട് ചെയ്യാവുന്നതാണ്. എന്നാൽ ITI ട്രേഡ്സ്മാൻ ട്രെയിനി പോസ്റ്റിൽ ഭുവനേശ്വറിൽ മാത്രമാണ് എക്സാമിനേഷൻ സെന്റർ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇത് കേരളത്തിലുള്ളവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, കാരണം ഒറീസയിലായിരിക്കും നിങ്ങൾക്ക് എക്സാമിനേഷൻ സെന്റർ ഉള്ളത്. ബാക്കി എല്ലാ പോസ്റ്റുകളിലേക്കും ട്രിവാൻഡ്രത്ത് എക്സാമിനേഷൻ സെന്റർ ഉണ്ട് എന്നുള്ള കാര്യം ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് കേരളത്തിൽ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഇനി സെലക്ഷൻ എങ്ങനെയായിരിക്കും എന്നിവിടെ നൽകിയിട്ടുണ്ട്. ഗ്രാജുവേറ്റ് ട്രെയിനീസ് അതുപോലെ തന്നെ ഡിപ്ലോമ ട്രെയിനീസ് എന്നിവരെ തുടക്കത്തിൽ 1 വർഷത്തേക്കുള്ള ട്രെയിനിങ്ങിനായിരിക്കും എടുക്കുക. പിന്നീട് നിങ്ങളുടെ സക്സസ്ഫുൾ ആയിട്ടുള്ള നിങ്ങളുടെ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് S1 ഗ്രേഡിലേക്കായിരിക്കും നിങ്ങളെ സെലക്ട് ചെയ്യുക. പിന്നീടായിരിക്കും നിങ്ങൾക്ക് പെർമനന്റ് ജോബ് നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ 1 വർഷത്തെ ട്രെയിനിങ്ങിന് ശേഷമായിരിക്കും നിങ്ങളുടെ ജോബ് പെർമനന്റ് ആവുക. ട്രേഡ്സ്മാൻ ട്രെയിനി പോസ്റ്റുകളിലും അത്തരത്തിൽ തന്നെയാണ് നിങ്ങളുടെ ട്രെയിനിങ് പീരീഡ്
കഴിഞ്ഞതിന് ശേഷം W3 ഗ്രേഡിലായിരിക്കും നിങ്ങൾക്ക് പിന്നീട് സെലക്ഷൻ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇനി പ്ലേസ് ഓഫ് പോസ്റ്റിംഗ് ശ്രദ്ധിക്കുക. ട്രേഡ്സ്മാൻ ട്രെയിനി പോസ്റ്റുകൾ ഒറീസയിൽ തന്നെയാണ് പോസ്റ്റിംഗ്. അതുകൊണ്ട് തന്നെയാണ് ഭുവനേശ്വറിൽ എക്സാമിനേഷൻ സെന്റർ വെച്ചിരിക്കുന്നത്. എന്നാൽ മറ്റുള്ള പോസ്റ്റുകൾ അത് ഇവരുടെ വിവിധ യൂണിറ്റുകളിൽ. അതുകൊണ്ട് തന്നെ കേരളത്തിൽ നമുക്ക് ഗ്രാജുവേറ്റ് ട്രെയിനി HR ഫൈനാൻസ് ഡിപ്ലോമ ട്രെയിനി ജൂനിയർ സൂപ്പർവൈസർ പേഴ്സണൽ സെക്രട്ടറി തുടങ്ങിയ പോസ്റ്റുകളിൽ കേരളത്തിൽ നമുക്ക് പോസ്റ്റിംഗ് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ പറയുന്ന പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചവറയിലാണ് IRELന്റെ പ്ലാന്റ് കേരളത്തിൽ പ്രവർത്തിക്കുന്നത്. ഇനി ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്, പ്രത്യേകം ശ്രദ്ധിക്കുക. 400 രൂപ അപേക്ഷാ ഫീസാണ്. എല്ലാ പോസ്റ്റുകളിലേക്കും 400 രൂപ അപേക്ഷാ ഫീസാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. SC ST PWBD ESM അതുപോലെ തന്നെ സ്ത്രീകൾ എന്നിവർക്ക് അപേക്ഷാ ഫീസ് ഉണ്ടായിരിക്കുകയില്ല എന്നുള്ള കാര്യം ഇവിടെ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്കും ഈ പറയുന്ന പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷാ ഫീസും ഇല്ല. SC ST PWD ESM കാൻഡിഡേറ്റ്സിനും അപേക്ഷാ ഫീസ് ഇല്ല. ജനറൽ മറ്റ് കാറ്റഗറിയിലുള്ള ആളുകൾക്ക് ജനറൽ OBC കാൻഡിഡേറ്റ്സിന് 400 രൂപ അപേക്ഷാ ഫീസ് ഉണ്ടായിരിക്കും എന്നുള്ള കാര്യമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അത് നിങ്ങൾക്ക് ഓൺലൈൻ വഴി നിങ്ങളുടെ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ ഓൺലൈൻ പേയ്മെന്റ് വഴിയോ നിങ്ങൾക്ക് അടയ്ക്കാവുന്നതാണ് എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് എന്നുള്ള കാര്യം ഇവിടെ ജസ്റ്റ് ഒന്ന് നൽകിയിട്ടുണ്ട്. ആ ഒരു പേജ് ഞാൻ കാണിച്ചു തരാം. അവിടെ പോയി ആദ്യം രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ലോഗിൻ ചെയ്യണം. ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങൾ അപേക്ഷാ ഫോം ഫില്ലപ്പ് ചെയ്ത് നിങ്ങളുടെ ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ, നിങ്ങളുടെ ഡോക്യുമെന്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്തതിന് ശേഷം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പേയ്മെന്റ് കൂടി നടത്തിയതിന് ശേഷം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപേക്ഷാ ഫോം നിങ്ങൾക്ക് പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കാം. അത് നിങ്ങൾക്ക് പിന്നീടുള്ള റെഫറൻസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ അത്തരത്തിലാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത്. ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. അതിനു മുമ്പ് നിങ്ങൾ ഈ പറയുന്ന ഡോക്യുമെന്റ്സ് നിങ്ങൾ റെഡിയാക്കി വെക്കണം. ഹാർഡ് കോപ്പി ഒന്നും നിങ്ങൾ അയക്കേണ്ട കാര്യമില്ല. ഓൺലൈൻ വഴി മാത്രം അയച്ചാൽ മതി എന്നുള്ള കാര്യം ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കുക. നിങ്ങളുടെ ഇമെയിൽ ID, നിങ്ങളുടെ മൊബൈൽ നമ്പർ, അതുപോലെ തന്നെ മറ്റുള്ള ഡീറ്റെയിൽസ്, നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നൽകാം. പിന്നീട് ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ് ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് അപേക്ഷാ ഫീസ് അടയ്ക്കാവുന്നതാണ്. പിന്നെ സ്കാൻഡ് കോപ്പി, റീസെന്റ് ഫോട്ടോഗ്രാഫാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതായത് 3 ആഴ്ചയ്ക്കുള്ളിൽ, ഈ കഴിഞ്ഞ 3 ആഴ്ചയ്ക്കുള്ളിൽ എടുത്ത ഫോട്ടോഗ്രാഫാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത്. 20 KB-ക്കും 50 KB-ക്കും ഇടയിൽ സൈസുള്ള JPG അല്ലെങ്കിൽ JPG ഫോർമാറ്റിലുള്ള ഫോട്ടോഗ്രാഫാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ സിഗ്നേച്ചറും നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. ബ്ലാക്ക് ഇങ്ക് ഉപയോഗിച്ച് വൈറ്റ് പേപ്പറിലിട്ട നിങ്ങളുടെ സിഗ്നേച്ചർ JPG അല്ലെങ്കിൽ JPG ഫോർമാറ്റിലുള്ള 10 KB-ക്കും 20 KB-ക്കും ഇടയിൽ സൈസിലുള്ള സിഗ്നേച്ചർ ഇട്ട നിങ്ങളുടെ സ്കാൻ ചെയ്ത കോപ്പിയും നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടി വരും. പിന്നീട് നിങ്ങൾ PDF ഫോർമാറ്റിലുള്ള ഫയലുകളാണ് മറ്റ് ഡോക്യുമെന്റ്സ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത്. അതായത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കുന്നത്, അതായത് നിങ്ങളുടെ SLC സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം. പിന്നീട് വരുന്നത് ഫൈനൽ അല്ലെങ്കിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ ക്വാളിഫിക്കേഷനുമായി ബന്ധപ്പെട്ട ഏതാണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അതിന്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം. പിന്നീട് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, എക്സ്പീരിയൻസ് ചോദിച്ചിരിക്കുന്നവർക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് അവിടെ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. മറ്റ് കാറ്റഗറി PWD അതുപോലെ തന്നെ മറ്റ് SC ST OBC കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ അവരുടെ സർട്ടിഫിക്കറ്റുകളും അവർക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ് എന്നുള്ള കാര്യമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഈ പറയുന്ന ഡോക്യുമെന്റ്സ് എല്ലാം PDF ഫോർമാറ്റിലാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത്. ഒക്ടോബർ 5 അപേക്ഷിക്കാനുള്ള അവസാന തീയതി എന്നുള്ള കാര്യം ഇവിടെ പ്രത്യേകം നൽകിയിട്ടുണ്ട്. ഒക്ടോബർ 5 മുന്നേ തന്നെ ഈ പറയുന്ന യോഗ്യതയുള്ള ആളുകൾ അപേക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇനി എങ്ങനെയാണ് ഓൺലൈൻ വഴി അപേക്ഷിക്കുക എന്നുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ പറയുന്ന ഡോക്യുമെന്റ്സ് എല്ലാം നിങ്ങൾ അതാത് സൈസിൽ തന്നെ നിങ്ങൾ റെഡിയാക്കി വെക്കുക. അതിന് ശേഷം മാത്രം ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഈ ഒരു പേജിൽ നിന്നുമാണ് നിങ്ങൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഈ ഒരു പേജിന്റെ ഡയറക്റ്റ് ലിങ്ക് ഞാൻ താഴെ നൽകാം. ഇവിടെ നൽകിയിട്ടുണ്ട് 15/9/2021 ഈ ഒരു നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഈ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആയിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് 5/10/2021 വരെ അപ്ലൈ ചെയ്യാനുള്ള അവസരമുണ്ട്. ഈ ഒരു പേജിൽ തന്നെയായിരിക്കും നിങ്ങളുടെ റിട്ടേൺ ടെസ്റ്റിന്റെ ഡേറ്റ് അനൗൺസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പേജിൽ ഇടയ്ക്കിടയ്ക്ക് വന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു പേജിന്റെ ലിങ്ക് ഞാൻ താഴെ നൽകുന്നുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ഈ ഒരു പേജിൽ വരിക. ആദ്യം ചെയ്യേണ്ടത് ആദ്യം കാണുന്ന ഈ ഒരു ഫ്രഷ് കാൻഡിഡേറ്റ് ക്രിയേറ്റ് ലോഗിൻ, ന്യൂ ലോഗിൻ എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. അതിന് മുകളിൽ അഡ്വർടൈസ്മെന്റിന്റെ ലിങ്ക് കാണാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പരിശോധിച്ച നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പരിശോധിക്കാം. അപ്പോൾ ഈ കാണുന്ന ഫ്രഷ് കാൻഡിഡേറ്റ് ക്രിയേറ്റ് ലോഗിൻ, ന്യൂ ലോഗിൻ എന്ന ഓപ്ഷൻ ഇവിടെ കാണാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇത്തരത്തിലുള്ള പുതിയൊരു പേജിലേക്കായിരിക്കും എത്തിച്ചേരുക. ഇവിടെ നിങ്ങളുടെ പോസ്റ്റാണ് നിങ്ങൾ ആദ്യം സെലക്ട് ചെയ്യേണ്ടത്. ഏതാണോ നിങ്ങൾ ഏത് പോസ്റ്റിലേക്കാണ് നിങ്ങൾ അപേക്ഷിക്കുന്നത് ആ ഒരു പോസ്റ്റ് നിങ്ങൾക്ക് ഇത്തരത്തിൽ സെലക്ട് ചെയ്യാം. ഏതെങ്കിലും ഒരു പോസ്റ്റിലേക്ക് മാത്രമേ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. പിന്നീട് നിങ്ങളുടെ പേര്, നിങ്ങളുടെ SLC സർട്ടിഫിക്കറ്റിൽ എങ്ങനെയാണോ അതേപോലെ നിങ്ങളുടെ പേര് നൽകുക. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റായിട്ട് നൽകുക. നിങ്ങളുടെ ഇമെയിൽ ID യുടെ കറക്റ്റായിട്ട് തന്നെ നിങ്ങൾക്ക് നൽകാവുന്നതാണ്. ആദ്യം ഇമെയിൽ ID യുടെ തുടക്കമാണ് നിങ്ങളിവിടെ നൽകേണ്ടത്. പിന്നീട് gmail.com ആണ്. അത്തരത്തിൽ ഏതാണ് നിങ്ങളുടെ എൻഡ് വരുന്നത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാവുന്നതാണ് എന്നുള്ള കാര്യം ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഈ Gmail ഒന്നല്ല, Gmail ഹോട്ട്മെയിൽ ഒന്നല്ല, വേറെ ഏതെങ്കിലുമൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അതും ഇവിടെ സ്പെസിഫൈ ചെയ്ത് നൽകാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ തുടക്ക ഭാഗമാണ് നിങ്ങളിവിടെ നൽകേണ്ടത്. ഡൊമൈൻ നിങ്ങൾ പിന്നീടാണ് സെലക്ട് ചെയ്യേണ്ടത്. പിന്നീട് നിങ്ങളുടെ ഇമെയിൽ ID നിങ്ങൾ ഒരിക്കൽ കൂടി നൽകുക. പിന്നീട് ഒരു മിനിമം 4 ക്യാരക്ടറെങ്കിലുമുള്ള ഒരു പാസ്വേഡ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് ഇവിടെ നൽകണം. പിന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പർ ഇവിടെ കറക്റ്റായിട്ട് തന്നെ നൽകുക. എന്നതിന് ശേഷം നിങ്ങൾ ഈ കാണുന്ന ഗൈഡ് ലൈൻസ് എഗ്രി ചെയ്യുന്നതിനുള്ള ഓപ്ഷനായിട്ട് ഇവിടെ യെസ് എന്ന ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇതെല്ലാം ഫില്ലപ്പ് ചെയ്തതിന് ശേഷമാണ് നിങ്ങൾ സബ്മിറ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യേണ്ടത്. അങ്ങനെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതായിരിക്കും. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ഇത്തരത്തിൽ ആദ്യം നിങ്ങൾ സൈൻ അപ്പ് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ആദ്യം ഇവിടെ കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ ആദ്യം തന്നെ രജിസ്റ്റർ ചെയ്യുക. അത്തരത്തിൽ രജിസ്റ്റർ ചെയ്തതിന് ശേഷം പിന്നീട് രണ്ടാമത് കാണുന്ന ടു കംപ്ലീറ്റ് രജിസ്ട്രേഷൻ പ്രോസസ് ലോഗിൻ ടു യുവർ അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈ ഒരു ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ ഇത്തരത്തിലുള്ള പേജിലേക്കായിരിക്കും നിങ്ങൾ എത്തിച്ചേരുക. അപ്പോൾ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ നൽകിയ ഇമെയിൽ ID ഇവിടെ നൽകുക. ഏത് പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത്
ചെയ്യുന്നത്. അതായത് രജിസ്ട്രേഷൻ സമയത്ത് നിങ്ങൾ സെലക്ട് ചെയ്ത് അതേ പോസ്റ്റ് തന്നെ സെലക്ട് ചെയ്യണം, അത് മാറിപ്പോരുത്. എന്നതിന് ശേഷം പിന്നീട് നിങ്ങളുടെ പാസ്വേഡ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത പാസ്വേഡ് നൽകിയതിന് ശേഷം സബ്മിറ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു അപേക്ഷാ ഫോമിലേക്കായിരിക്കും നിങ്ങൾ പിന്നീട് പോവുക. അവിടെ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒരിക്കൽ കൂടി ചോദിക്കും. നിങ്ങളുടെ പേര്, അഡ്രസ്സ്, മറ്റു ഡീറ്റെയിൽസ് എല്ലാം അവിടെ ചോദിക്കുന്നതായിരിക്കും. അതെല്ലാം നിങ്ങൾ നൽകുക. മാത്രമല്ല ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യണം. ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യുക. കറക്റ്റ് സൈസ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള സൈസിലുള്ള ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യുക. റീസെൻ്റ് ആയിട്ടുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യുക. നിങ്ങളുടെ സിഗ്നേച്ചർ JPG ഫോർമാറ്റിലുള്ള സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യുക. മാത്രമല്ല മറ്റ് ഡോക്യുമെൻസിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, ബർത്ത് സർട്ടിഫിക്കറ്റ് എന്നിവ അല്ലെങ്കിൽ SSLC സർട്ടിഫിക്കറ്റ് എന്നിവയുടെ PDF ഫോർമാറ്റിലുള്ള ഫയലുകളാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത്. അതെല്ലാം അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് പേയ്മെൻറ്റിലേക്ക് പോവാം. SC/ST കാൻഡിഡേറ്റ്സ്, സ്ത്രീകളൊക്കെ ആണെങ്കിൽ അവർക്ക് ആ ഒരു സെക്ഷനിലേക്ക് പോവേണ്ട കാര്യമില്ല. ഈ പറയുന്ന ഡോക്യുമെൻറ്റ്സ് എല്ലാം നൽകിയതിന് ശേഷം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അപേക്ഷ സബ്മിറ്റ് ആവുന്നതായിരിക്കും. എന്നതിന് ശേഷം നിങ്ങൾക്ക് അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കാം. അപേക്ഷ ഫീസ് അടയ്ക്കേണ്ടവർ നിങ്ങളുടെ ഡെബിറ്റ് കാർഡ്, ഇന്റർനെറ്റ് ബാങ്കിംഗ് ഉപയോഗിച്ച് അപേക്ഷ ഫീസ് കൂടി അടച്ചു കഴിഞ്ഞ് സബ്മിറ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അതിൻ്റെ അപേക്ഷാ ഫോം ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന ഡോക്യുമെൻറ്റ്സ് എല്ലാം കറക്റ്റ് സൈസിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ അപ്ലൈ ചെയ്യാവുന്ന സാധാരണ ഒരു ഓൺലൈൻ ഫോം തന്നെയാണ്. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ അപേക്ഷിക്കുക. എന്നതിന് ശേഷം അവസാനം നിങ്ങൾ ആ ഒരു അപേക്ഷാ ഫോം നിങ്ങൾക്ക് പ്രിൻ്റ് ഔട്ട് എടുക്കാനുള്ള ഓപ്ഷൻ വരും. അത് നിങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുക്കാൻ മറക്കരുത്. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അത് പിന്നീട് നിങ്ങൾക്ക് ഫ്യൂച്ചർ റെഫറൻസിന് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലാണ് നിങ്ങൾ ഈ പറയുന്ന ഒഴിവുകളിലേക്ക് അപേക്ഷിക്കേണ്ടത്. അപ്പോൾ എന്തായാലും കേരളത്തിലും ഇവരുടെ യൂണിറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ പരീക്ഷാ കേന്ദ്രമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഒഴിവുകളിൽ ചില ഒഴിവുകൾ കേരളത്തിലാണ് പോസ്റ്റിംഗ് ഉണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ കേരളത്തിലുള്ളവർക്ക് തീർച്ചയായിട്ടും അപേക്ഷിക്കാവുന്നതാണ്. എന്തായാലും താല്പര്യമുള്ളവർ അപേക്ഷിക്കുക. ഈ പറയുന്ന ക്വാളിഫിക്കേഷൻസ് ഉള്ള BCom, അതുപോലെ തന്നെ CA അല്ലെങ്കിൽ CMA, അതുപോലെ തന്നെ ഡിപ്ലോമ, ITI ക്വാളിഫിക്കേഷൻസ് ഒക്കെ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ITIക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക, ഭുവനേശ്വറിൽ മാത്രമേ എക്സാമിനേഷൻ സെന്റർ ഉള്ളൂ. ബാക്കി എല്ലാ പോസ്റ്റുകളിലും കേരളത്തിൽ ട്രിവാൻഡ്രത്താണ് എക്സാമിനേഷൻ സെന്റർ ഉള്ളത്. അപ്പോൾ എന്തായാലും യോഗ്യരായിട്ടുള്ള എല്ലാ ആളുകളും അപേക്ഷിക്കുക. ഈ ഒരു നോട്ടിഫിക്കേഷൻ, ഇപ്പോൾ പരിശോധിച്ച ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനെയും അതുപോലെ തന്നെ ഓൺലൈൻ വഴി അപേക്ഷിക്കേണ്ട പേജിന്റെ ലിങ്കും ഞാൻ താഴെ നൽകാം. നിങ്ങൾക്ക് അവിടെ നിന്നും ഇപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ പരിശോധിച്ച് നോക്കി ഓൺലൈൻ വഴി അപേക്ഷിക്കാവുന്നതാണ്. എത്രയും പെട്ടെന്ന് തന്നെ യോഗ്യരായിട്ടുള്ളവർ അപേക്ഷിക്കാം. മാത്രമല്ല ഈ പറയുന്ന ക്വാളിഫിക്കേഷൻസ് ഉള്ള നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് നിങ്ങൾ ഈ ഒരു ഇൻഫർമേഷൻ പരമാവധി ഷെയർ ചെയ്യുക. കാരണം നിങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റൊരാൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഇൻഫർമേഷൻ ഉപകാരപ്രദമായിരിക്കും. എല്ലാ ലിങ്കുകളും താഴെ അവൈലബിൾ ആണ്. മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.